ഹലോ എവരി വൺ. സോ നമ്മുടെ സേവ് ഗേസിൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ദിസ് മൊഡ്യൂളിൻ്റെ തീം എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആണ്. സസ്റ്റൈനബിൾ എൻവയോൺമെൻറ്റ്, അതാണ് തീം. സോ ഈ സസ്റ്റൈനബിൾ എൻവയോൺമെൻറ്റ് എന്നുള്ള തീമിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് വൺ ഇസ് എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് സർവൈവൽ ബൈ ചീഫ് സെറ്റിൽ. So it is a speech, and it deals with how the native people and the nature are connected. പിന്നെ അടുത്തതാണ് it's a poem by Gabe Patel on killing a tree. So in this poem it's related to environmental destruction, and it is also related to green movement. അപ്പോൾ ഇതിൽ പറയുന്നത് how we can kill a tree, നമുക്കൊരു ട്രീനെ എങ്ങനെ കൊല്ലാം, what are the steps, അതൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. Then the third one is a story. It's a beautiful story, Slate the God. അപ്പോൾ ഇതിൽ പറയുന്നത് how the people and the animals are connected, അതുപോലെ തന്നെ how the nature are connected with them. അങ്ങനെയുള്ള ഒരു കണക്ഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. സോ ദ മെയിൻ തീം എന്നുള്ള സസ്റ്റൈനബിൾ എൻവയോൺമെൻറ്റ് എന്നുള്ള തീം നിങ്ങൾ മറക്കരുത്. സോ നിങ്ങൾ ഈ ഒരു ചാപ്റ്റേഴ്സിനെ, ഈ 3 ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ട് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും യു ഹാവ് ടു മെൻഷൻ ദ തീം സസ്റ്റൈനബിൾ എൻവയോൺമെൻറ്റ്, ഓർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. ഇറ്റ്സ് റിലേറ്റഡ് ടു ദ ചാപ്റ്റർ. നിങ്ങൾ ചാപ്റ്റർ അനുസരിച്ചിട്ട് അതിനനുസരിച്ചുള്ളത് എഴുതണം. സോ നമുക്കിനി ചാപ്റ്ററിലോട്ട് പോവാം. ദ ഫസ്റ്റ് വൺ ഇസ് ദ എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ബിഗിനിങ് ഓഫ് സർവൈവൽ ബൈ ചീഫ് സെറ്റിൽ. ആക്ച്വലി ഇറ്റ് ഈസ് എ സ്പീച്ച്. ദ സ്പീച്ച് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാറ്റീവ് ലാംഗ്വേജിലാണ്. സോ അതിന് സോ മെനി ട്രാൻസ്ലേഷൻസ് ഉണ്ട്. നമ്മൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷനാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ ചീഫ് സെറ്റിലിൻ്റെ ഒരു ഫേസാണ് നമുക്കവിടെ കാണാൻ പറ്റും. സോ ആ ഫേസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു ആൻസിസ്ട്രൽ ബാക്ക്ഗ്രൗണ്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് ചീഫ് സെറ്റിൽ. അപ്പോൾ ഇദ്ദേഹം ഒരു ട്രൈബൽ ആയിട്ടുള്ള ഒരാളാണ്, ട്രൈബൽ പീപ്പിളിൽ പെടുന്ന ഒരാളാണ് ചീഫ് സെറ്റിൽ. സോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ക്വട്ടേഷനാണ് നമ്മൾ താഴെ അവിടെ കൊടുത്തേക്കുന്നത്. മാൻ ബിലോങ്സ് ടു ദ എർത്ത്, എർത്ത് ഡസ് നോട്ട് ബിലോങ്സ് ടു ദ മാൻ. അപ്പോൾ നമ്മളൊക്കെ ഭൂമിയുമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ളൊരു തീമാണ് ഇവിടെ പറയുന്നത്. Then Chief Settle is actually an orator of native language. Okay, native language important ആണ്. ലുഷുട്സി എന്ന് പറഞ്ഞ ലാംഗ്വേജിലാണ് അദ്ദേഹം ഈ ഒരു സ്പീച്ച് തന്നെ എഴുതിക്കുന്നത്. സോ ആ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവട്ടും എക്സാമിന് ചോദിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. ആൻഡ് ഹി ഹാഡ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ വൈറ്റ് സെറ്റിലേഴ്സ് റിയൽ ഇൻറ്റൻഷൻ ഫോർ ദ ലാൻഡ് ഗ്രാബ് but pursued a path of accommodation with them. സോ ഈ നാറ്റീവ് ഇവരുടെ ഈ ഒരു തീം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാറ്റീവ് അമേരിക്കൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ റെഡ് ഇന്ത്യൻസ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ നാറ്റീവ് അമേരിക്കൻസ് അവിടെ താമസിക്കുമ്പോൾ എന്താണ്, വൈറ്റ് സെറ്റിലേഴ്സ് അങ്ങോട്ട് വരികയാണ്, ഇൻവേഡേഴ്സ് അവർ വരുന്നു. ദെൻ അവർ പറയാണ് നിങ്ങളുടെ ലാൻഡ് ഞങ്ങൾ വാങ്ങിക്കുകയാണ്, ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് എന്താണ് കെട്ടിടങ്ങൾ പണിയണം, മോഡേണൈസ് ആക്കണം എന്നൊക്കെ പറയുന്നു. സോ ചീഫ് സെറ്റിലിന് അതിൻ്റെ റിയൽ ഇൻറ്റൻഷൻ മനസ്സിലാവുന്നു. അപ്പോൾ അതുകൊണ്ട് ആ റിയൽ ഇൻറ്റൻഷൻ എന്താണെന്ന് തുറന്നു കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. The end of living and beginning of survival was delivered on 11th March 1854. So it's an important, but the date is little much debatable, or the date is disputed. The meeting had been called the Governor Isaac Ingalls Stevens to discuss surrender or sale of native land to white settlers. So the governor is very important because ഈ സ്പീച്ചിൽ ഇടയ്ക്കിടയ്ക്ക് ഗവർണറിനെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഐസക് ഇംഗാൾസ് സ്റ്റീവൻസ്. സോ ആക്ച്വലി ചീഫ് സെറ്റിൽ വാസ് ബോൺ ഓൺ എ ബ്ലാക്ക് റിവർ നിയർ ബ്ലേക്ക് ഐലൻഡ്. അപ്പോൾ ബ്ലാക്ക് റിവർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മേ ബി ഇത് ട്രൈബിലായിരിക്കാം. ആൻഡ് വാട്ട് ഈസ് നൗ ദ സിറ്റി ഓഫ് കെൻറ്റ്, വാഷിങ്ടൺ. ഇപ്പോൾ അത് വാഷിങ്ടണിലാണ്. ഇപ്പോൾ പണ്ട് അവിടെയൊക്കെ ട്രൈബൽ പീപ്പിളായിരുന്നു. His father was a leader of the Suquamish, a Native American tribe, and his mother belonged to Duwamish tribe. അപ്പം അമ്മ ദുവാമിഷ് ആണ്, അച്ഛൻ സുക്വാമിഷ് ആണ്, നാറ്റീവ് അമേരിക്കൻ.
Chief Settle was a prominent figure among these people with remarkable leadership skills, and he earned reputation at a young age as a leader of the Native American and a warrior. So he is a warrior too. Okay, then he was a noted orator in his native language. Native languageലാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രസംഗിച്ചിരിക്കുന്നത്. And he was baptized as Noah into a Roman Catholic Church by French missionaries in 1848. Then Chief Settle died on 7th June 1866 on the Suquamish Reservation at Port Madison, Washington, and the city of Settle in the U.S. state of Washington is named after him. The Suquamish tribe honors Chief Settle in the third week of August every year as Chief Settle Days. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരിച്ച അതിൻ്റെ ഒരു ആദരവായിട്ട് ചീഫ് സെറ്റിൽ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. So Chief Settle delivered the speech presently titled The End of Living and the Beginning of Survival on March 11th, 1854. The date is debatable or disputable, at a large outdoor gathering in Settle. The meeting was Chief Settle had been called by Governor Isaac Ingalls Stevens to discuss or surrender the sale of native land to white settlers. Chief Settle spoke in the Lushootseed language. It's very important, and there exist various versions of the speech due to the different translation, and however the authenticity of the speech is doubted as different versions of the same speech are in circulation. അപ്പോൾ നമുക്ക് ഏതാണ് ഒരു ഒതൻറ്റിക് ആയിട്ടുള്ളത് എന്ന് നമുക്ക് അറിയില്ല. And then the translation of the speech in flowery Victorian English published in Seattle's Sunday Star by Henry A. Smith, a poet, doctor, and early white settler of the Seattle area on 29th October 1887 is a combination of history and imagination. A second version, which appeared in 1960s, was due to the effort of William Arrowsmith, who was interested in cleansing the passage of its Victorian and Greek overtones. The extract used in the textbook is based on Ted Perry's script made for the promotion of the environmental movie Home, which was produced in the US by the Southern Baptist Convention in 1972. Presently, scholars agree that all the versions of the speech are equally inauthentic. അപ്പം നമ്മൾ കുറേ വേർഷൻസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ടെഡ് പെറീസിൻ്റെ സ്ക്രിപ്റ്റാണ്. ഇനി നമുക്ക് എന്താണ് ഈ ഒരു സ്പീച്ചിൽ പറഞ്ഞിരിക്കുന്നതെന്നൊന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് നോക്കാം. The end of living and the beginning of survival has been widely cited as a powerful, bittersweet plea for respect of Native American rights and environmental values. So actually it is for Native American rights and environmental values. The speech achieved widespread fame due to its promotion to the environmental movement. So നമ്മളത് ഇൻട്രോയിൽ പറഞ്ഞിരുന്നു, environmental movement ആയിട്ട് കണക്റ്റഡ് ആണ്. As it lays stress on the interdependencies and interconnections of the world of living and the non-living. ഇവിടെ പറയുന്നത് nature and man, how they are connected എന്നാണ് പറയുന്നത്. Man, Chief Settle reminds us, did not weave the web of life, he is merely a stand in it. Non-human life too has intrinsic values, not dependent on a scale of their utility. Chief Settle's speech places all forms of life in a network of independence. Then the idea of buying or selling land or cruelty to animals was strange to the Native Americans. In the context of symbiosis and deep ecology, the speech assumes special significance when Chief Settle says the earth does not belong to man belongs to the earth. This we know, all things are connected. Like the blood which unites one family, all things are connected. So actually ഇവിടെ പറയുന്നത് എന്താണ്,
നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ്. വി ആർ ഇൻ്റർഡിപ്പെൻഡൻറ്റ് ഓർ ഇൻ്റർ കണക്റ്റഡ്. നേച്ചർ ആൻഡ് മെൻ ആർ കണക്റ്റഡ്. അതാണ് ഈ ഒരു സ്പീച്ചിലെ മെയിൻ ഐഡിയ. The speech is a response by Chief Settle to an offer made by the President of United States to buy land from Native Americans. അത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. പ്രസിഡൻറ്റിൻ്റെ ഒരു ഓഫറായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഇവർ നാറ്റീവ് അമേരിക്കൻസിൻ്റെ നിന്ന് ലാൻഡ് വാങ്ങാന്നുള്ളത്. അപ്പോൾ അതിന് ചീഫ് സെറ്റിലിന് മനസ്സിലായി എന്താണ് അവരുടെ ഉദ്ദേശം. ഒരു കോൺകർ ചെയ്യുക, കോളനൈസ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. സോ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ സ്പീച്ച് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കണക്റ്റഡ് ടു എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്. He feels and argues that it is impossible to buy or sell nature resources because we do not owe them. He says that every part of the earth is sacred and they are a part of the earth and earth is a part of them. അപ്പോൾ പറയാണ് നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ്. എർത്ത് ഈസ് അവർ മദർ, സോ വി നീഡ് ടു റെസ്പെക്റ്റ് our mother, or we need to worship our mother, or we need to communicate with our mother. അങ്ങനെയുള്ള കുറേ ഒരു ആശയങ്ങൾ ഈ ഒരു സ്പീച്ചിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. Even the soul of the Native Americans do not leave their land. Instead, they make it their permanent residence. Unlike in the belief systems of mainstream religions, he depicts the earth is not an inanimate tract of land but a living presence to be treated with love, care, respect and fear. അപ്പോൾ പറയാണ് ഈ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനില്ലാത്തൊരു സാധനമല്ല എന്നാണ് ചീഫ് സെറ്റിലിൻ്റെ ഒരു വ്യൂ. പറയുന്നത് നമ്മളെപ്പോലെ തന്നെ അതിനും എന്തുണ്ട്, ലൈഫുണ്ട്. സോ വി നീഡ് ടു പ്രൊട്ടക്റ്റ് ദാറ്റ് ലൈഫ്. പറയാണ് നമ്മൾ സ്നേഹം കൊടുക്കണം, കെയർ, റെസ്പെക്റ്റ്, ഫിയർ, ഇതെല്ലാം നമ്മൾ എർത്തിനും കൊടുക്കണം. ബിക്കോസ് ഓൾ തിങ്സ് ആർ കണക്റ്റഡ് ലൈക്ക് ബ്ലഡ് വിച്ച് യുണൈറ്റ്സ് എ ഫാമിലി. നമ്മളുടെ ഫാമിലി, നമ്മുടെ ഫാമിലീനെ കണക്ട് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ബ്ലഡാണ്. സോ അതുപോലെ തന്നെ എർത്തിനെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഓൾ തിങ്സ് ആർ കണക്റ്റഡ്, എല്ലാം പരസ്പരം റിലേറ്റഡ് ആണ്. ഇപ്പം നമ്മൾ സയൻസിലൊക്കെ നമ്മൾ ഫുഡ് ചെയിൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാറുണ്ട്, പുൽച്ചാടി പുല്ല് തിന്നുന്നു, പുൽച്ചാടീനെ തവള തിന്നുന്നു, തവളനെ പാമ്പ് തിന്നുന്നു, പാമ്പിനെ കഴുകൻ തിന്നുന്നു. അങ്ങനെ നമ്മൾ ആ കണക്ഷൻ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. സോ അതുപോലെ തന്നെ എന്താണ്, നമ്മളും എർത്തും കണക്റ്റഡ് ആണ്. നമുക്ക് ഫുഡ് എവിടെ നിന്ന് കിട്ടുന്നത്, എർത്തിൽ നിന്നാണ്. നമുക്ക് എയർ എവിടെ നിന്ന് കിട്ടുന്നത്, എർത്തിൽ നിന്നാണ്. വാട്ടർ എവിടെ നിന്ന് കിട്ടുന്നത്, എർത്തിൽ നിന്നാണ്. സോ നമ്മൾ കണക്റ്റഡ് ആണ്. സോ നമ്മൾക്ക് അതൊക്കെ തരുന്ന നമ്മുടെ അമ്മയാണ് ഭൂമി. സോ വി നീഡ് ടു റെസ്പെക്റ്റ് that mother, or we need to love or care or fear that mother. അതാണ് പറയുന്നത്. For white men the earth is an object to be tamed. അപ്പോൾ വൈറ്റ് മെന്നിനെ സംബന്ധിച്ചിടത്തോളം എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടേം ചെയ്യാനുള്ള ഒരു സാധനമാണ്, കോൺഗേർഡ് ഓർ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു സാധനം. അവർക്ക് ഇതിനൊരു ജീവനുള്ള വസ്തുവായിട്ടൊന്നും വൈറ്റ് മെൻ കാണുന്നില്ല. ഓൺ ദ കോൺട്രറി, നാറ്റീവ് Americans, all natural phenomena are their own siblings and the president has promised to take care of them like a father and to give them a special area where they can continue living. To harm the earth is to heap contempt on its creator. അപ്പോൾ ഇവിടെ പറയാണ്, ഈ ഒരു ഇതിൽ പറയുന്നത് വൈറ്റ് സെറ്റിലേഴ്സിന് ഈ ലാൻഡിനോട് ഇവർ കാണിക്കുന്ന ബഹുമാനമോ വർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചീഫ് സെറ്റിൽ പറയാണ്, നിങ്ങളും അതുപോലെ വർഷിപ്പ് ചെയ്യാം, നിങ്ങൾ സാക്രഡായിട്ട് കരുതാം, അങ്ങനെയൊക്കെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ഭൂമി നിങ്ങൾക്ക് വിട്ടു തരുള്ളൂ. Then he suggests that if they sell the land, the white men should remember that the land is sacred and inviolable and they should also teach their children the same. കുട്ടികളോടും ഇത് പറഞ്ഞ് പഠിപ്പിക്കണം, ലാൻഡ് ഇസ് ഇമ്പോർട്ടൻ്റ് എന്ന്. The chief wants white men to treat rivers and beasts as their own brothers, not to be seen through a utilitarian perspective. Everything in nature is connected with each other. Our God is the same God. അപ്പോൾ പറയാണ്,
നിങ്ങൾ നിങ്ങളെ മക്കളോടും പറഞ്ഞു പഠിപ്പിക്കണം ഈ ലാൻഡ് സേക്രഡ് ആണ്, നമ്മളിതിനെ ബഹുമാനിക്കണം. അതുപോലെ തന്നെ ചീഫ് പറയുന്നു നിങ്ങൾ റിവേഴ്സിനെ അതുപോലെ തന്നെ ബീസ്റ്റിനെയൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ബ്രദേഴ്സായിട്ട് കാണണം. കാരണം വൈറ്റ് അമേരിക്കൻസ് ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യജീവികളെ കണ്ടു കഴിഞ്ഞാൽ അവർ കൊന്നു കളയുന്നു, അതുപോലെ തന്നെ റിവേഴ്സൊക്കെ നികത്തുന്നു, അങ്ങനെയാണ് ചെയ്യുന്നത്. അവർ അവരുടെ യൂട്ടിലിറ്റേറിയൻ പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചീഫ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് കണക്റ്റഡ്, നിങ്ങൾ സ്വന്തം ബ്രദറിനെ പോലെ കാണണം, എങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ ലാൻഡ് വിട്ടുതരുള്ളൂ. He says simple pleasure of nature are precious. They treat rain, wind, land as living things. അപ്പോൾ ഈ നാറ്റീവ് അമേരിക്കൻസ് ട്രൈബൽ പീപ്പിൾസ് എന്താണ്, എല്ലാറ്റിനെയും ലിവിങ് തിങ്സ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് വൈറ്റ് മെൻ എങ്ങനെയാണ്, അവരങ്ങനെയല്ല കാണിക്കുന്നത്. ദേ ഹാവ് നൈദർ സെൻസ് നോർ റെസ്പോൺസിബിലിറ്റി ടു ഫീൽ ദ പൾസ് ഓഫ് നേച്ചർ. അവർക്ക് ഈ നേച്ചറിൻ്റെ പൾസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുറിച്ചിട്ട് ദേ ആർ നോട്ട് തിങ്കിങ്. Chief Settle ironically adds that perhaps the problem is with himself and his people. They are uneducated, uncultured and uncivilized. അപ്പോൾ പറയാണ്, ഇനി ഞങ്ങൾ ട്രൈബൽ പീപ്പിളാണ്, ഞങ്ങൾ അൺസിവിലൈസ്ഡ് ആണ്, അൺകൾച്ചേർഡ് ആണ്, ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞങ്ങൾ ഇങ്ങനെയൊക്കെ ലാൻഡിനോട് പെരുമാറുന്നത്. നിങ്ങൾ വൈറ്റ് മെൻ ഭയങ്കര ബുദ്ധിയുള്ളവരല്ലേ, അതുകൊണ്ടായിരിക്കും നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. സോ ഐറോണിക്കലി ആണിത് പറഞ്ഞേക്കുന്നത്. The holistic vision of the speech is reiterated at the end within a theological framework. There exists a single God. അപ്പോൾ തിയോളജിക്കൽ ഫ്രെയിമിലാണ് ഇത് അവസാനിക്കുന്നത്. നമുക്കൊരു സിംഗിൾ ഗോഡാണ്, വൈറ്റ് ഓർ റെഡ്, എവറിത്തിങ് ഈസ് ഈക്വൽ. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിൻ്റെ കളർ ഒന്നാണ്. ദ നേറ്റീവ് അമേരിക്കൻ റിയലൈസ് ദാറ്റ് ദ ചേഞ്ചിങ് എൻവയോൺമെൻറ്റൽ മാർക്സ് ദ എൻഡ് ഓഫ് ദി ലിവിങ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് സർവൈവൽ. അപ്പോൾ ഈ സ്പീച്ചിൻ്റെ ഒരു ലാസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞാൽ അതാണ്, ദ എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് സർവൈവൽ. The Indian prefers the soft sound of the wind darting over the face of the pond and the smell of the wind itself, cleaned by a midday rain, oat scented with pine on pine. Pine on pine എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രീ ആണ്. അപ്പോൾ ഇതൊരു സമ്മറിയാണ്, എല്ലാതും ഈക്വലാണ്, നേച്ചറിനെ അവർ സ്വന്തമായിട്ട് കാണുന്നു എന്നുള്ളൊരു തീമാണ് ഇവിടെ വരുന്നത്. സോ ഇതാണ് ഒരു എൻ്റയർ സമ്മറി പോലെ ഞാൻ തന്നതാണ് ആസ് എൻ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇവർ റിവറിനെയൊക്കെ ബ്രദറിനെ പോലെയാണ് കാണുന്നത്, എല്ലാം ഇവർക്ക് ഈക്വലാണ്. എർത്ത് ഈസ് അവർ മദർ എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്ന തീം. ഇനി ഇതിൽ ഈ ഒരു കോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ തിങ്സ് ആർ കണക്റ്റഡ് ലൈക്ക് ദ ബ്ലഡ് വിച്ച് യുണൈറ്റ്സ് അറ്റ്സ് ഓൾ ആൻഡ് മാൻ ഡിഡ് നോട്ട് വീവ് ദ വെബ് ഓഫ് ലൈഫ്, ഹീ ഈസ് മിയർലി a strand on it. Whatever he does to the web, he does to himself. അപ്പോൾ ഒരു നേച്ചർ കണക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചീഫ് സെറ്റിൽ ഈ ഒരു കോട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, സസ്റ്റൈനബിൾ എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ ഹൗ ദ പീപ്പിൾ ആൻഡ് നേച്ചർ ആർ കണക്റ്റഡ്, അതൊക്കെയാണ് വരുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പാഠം നോക്കാം, ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻസും നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു എൻ്റെ സമ്മറിയാണ് ഈ ഒരു സ്ലൈഡ്സിലൂടെ തന്നിട്ടുള്ളത്. സോ താങ്ക് യു.